പുറമൊക്കെ പൊള്ളുന്നു. ഞാനാണെങ്കിൽ അപ്പൊ ഇന്ന് വെറുതെ പാല് വാങ്ങാനായിട്ട് സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങിയത് കേട്ടാ. നോക്കിയപ്പോണ്ടാ ഇന്ന് ഞായറാഴ്ച കടയൊക്കെ അടച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിനി എന്ത് നോക്കാം, എന്തായാലും വീട്ടിൽ പോയിട്ട് ഓർലിക്സ് കൂടിയിട്ട് എന്തായാലും ഓർലിക്സ് കളിക്ക് കുടിക്കാം. അപ്പൊ ഞാനായിട്ട് വീഡിയോ ഇൻട്രോ പറയാണെങ്കിൽ സിംഗിൾ ഇഷ്ടപ്പെട്ടില്ല. ഞാനാണ് വിളിക്കാതെ മാക്സ് അടിച്ചു പൊള്ളി ചാടിത്താന്ന് ഞാനാണ് പിന്നെ ഇൻട്രോ പറയുന്നത് കേട്ടാ. പെട്ടെന്ന് വീട്ടിലോട്ട് എങ്ങോട്ട് പോകണം. അവരാണ് ഫ്രാങ്ക്ലിൻ ബായ് പാലുമായിട്ട് വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടാ. ഫ്രാങ്ക്ലിൻ ബായ് ആണെങ്കിൽ മണ്ടൻ, ഞായറാഴ്ചയാണെന്ന് പോലും അറിയത്തില്ല. പൊട്ടം തന്നെയല്ലേ ഫ്രാങ്ക്ലിൻ ബായ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സൈക്കിൾ വെച്ചിട്ട് അങ്ങോട്ട് എത്തിയിട്ട് ചവിട്ടിട്ട് എത്താത്തത്. ഞങ്ങളൊന്ന് ചവിട്ടി നമ്മുടെ വീടെത്താറായിട്ട് എന്റെ പൊന്നു. നമ്മുടെ പിഞ്ചാനാണ് ഇപ്പഴും സിംബിളാണ് തോന്നുന്നു. ഞാൻ വരുമ്പോ സിംബിളിൽ കുളിക്കാൻ ഇറങ്ങുന്നെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വാടാ കാറെ വെട്ടിക്കടാ. നമ്മുടെ വീടെത്തി കേട്ടാ. എന്റെ പൊന്നു ഷിറ്റ. പിന്നെ എന്റെ വീട്ടിൽ ഞാൻ ഷിറ്റ് ചെയ്യും പീക്ക് ചെയ്യും. നീ ഫ്രാങ്ക്ലിൻ ബായ് എവിടെയാണോ? ഫ്രാങ്ക്ലിൻ ബായ് ഹലോ. ഫ്രാങ്ക്ലിൻ ബായ് ഇത് ഇവിടെ എന്തു ഫ്രാങ്ക്ലിൻ ബായ് നിസാരം എന്നെ കൊണ്ട് പറ്റും. നിസാരം അത് തന്നെ ഫ്രാങ്ക്ലിനെ കൊണ്ട് പറ്റും. നിസാരം നിസാരം. ഇയാളെന്ത് മണ്ടാണ്. ആ കാര്യക്ക് എപ്പിസോഡ് കണ്ടിട്ട് നിസാരം പറഞ്ഞ ജിമ്മിന് സാധനമൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് കളിക്കുന്നേ. കാല് വല്ലവരെയും വിളിക്കുക, കൈയും കാലം കുളിക്കാൻ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരൂല കേട്ടാ. കൊച്ചർക്ക് എന്താ കൊച്ചർക്ക് എടാ വേണ്ട കേട്ടാ. നീ തരത്തി പോയി കളിക്കട കൊച്ചർക്ക് എടാ വേണ്ട. നീ അല്ലേ ഞാനിവിടെ എപ്പോഴും ജിമ്മിൽ പോകുന്ന. ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിലുള്ള ഡെമൽസ് ഒക്കെ വെച്ച് ഞാൻ ചെയ്യുന്നു. നിനക്ക് എന്ത് നീ പോയിട്ട് പാല് മേടിച്ചിട്ട് വന്നാ? അപ്പൊ ഫ്രാങ്ക്ലിൻ ബായ് ഞാനാണെങ്കിൽ പാല് മേടിച്ച് പോയപ്പോ അവിടെയാണ് കടയൊക്കെ അവധി. ഇന്ന് ഞായറാഴ്ച. നിങ്ങൾ എന്ത് മണ്ടയാണ്. ഞങ്ങൾക്കേ ബോധമില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രായത്തിൽ ബോധമില്ല. നമുക്ക് എന്തായാലും ഓർലിക്സ് കുടിക്കാം. എന്തായാലും ഓർലിക്സിന്റെ പൊടി ഉണ്ടല്ലോ ഇവിടെ, അതെടുത്ത് നമുക്ക് ഓർലിക്സ് കുടിക്കാം. ഷേടാ അത് ഞാനങ്ങ് മറന്നുപോയി കേട്ടാ. ഷേടാ ഞാനത് ഓർത്തില്ല. ഇറ്റ പൊന്നു. അതിരിക്കട്ടെ, അതെന്തായാലും വിട്ടേക്ക്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. ഞാനാണെങ്കിൽ ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ വൈകിടാ. ചിഞ്ചാനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ലെസ്റ്റർ ബായ് നമുക്ക് കുറച്ച് വർക്കൊക്കെ ഇന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ പോയി വേഗം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ റോബോട്ട് സിറ്റിയിലോട്ട് വരുന്നുണ്ട്. പിഞ്ചാന്താ കുളിക്കുന്നുണ്ട്. നീ വേഗം പോയി സൈക്കിൾ ഓടിച്ച് വന്നല്ലേ, നല്ല വേർപ്പൊക്കെ ഉണ്ടാവും. വേഗം പോയി വെള്ളത്തിൽ കിടന്ന് കുളിക്കും. റോബോട്ട് സിറ്റിയിൽ വരുന്നത് ഏത് യൂണിവേഴ്സിറ്റി? എന്റെ പൊന്നോ പൊളിക്കടാ പിഞ്ചാരെ റോബോട്ട് സിറ്റിയിൽ വരുന്നത്. എന്റെ പൊന്നോ ഫ്രാങ്ക്ലിൻ ബായ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ റോബോട്ടിനെ. ഫ്രാങ്ക്ലിൻ ബായ് എന്തായാലും പെട്ടെന്ന് പോയി. ഞാൻ എന്തായാലും കുളിക്കാൻ. പിഞ്ചാനാണെങ്കിൽ കുറെ നേരമായിട്ട് കുളിച്ചോണ്ടിരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ ബായ് ഒന്ന് മാറാൻ പറ, അല്ലെങ്കിൽ ഞാൻ അവനെ മുക്കി കൊല്ലും. അത് ചെയ്യാടാ. പിഞ്ചാനെ മതിയാടാ കുളിച്ചത്. കുറെ നേരമല്ല. ഇങ്ങോട്ട് വന്നേ, കയറി വന്നേ, നീ ഓടി വന്നേ ഇങ്ങോട്ട്. എടാ അവൻ ഓടി വന്നിട്ടുണ്ട്. എന്തായാലും നീ പോയി കുളിച്ചേക്ക്. എടാ പിഞ്ചാൻ എന്താടാ എത്ര നേരമാടാ കുളിക്കുന്നത്? നിനക്ക് എന്തുവാടാ? നീ ഇത് വെള്ളത്തിൽ തന്നെ ഇരിക്കുവാണോ നീ? അത് വേറൊന്നല്ല ഫ്രാങ്ക്ലിൻ ബായ്, ഞാനാണെങ്കിൽ വെള്ളത്തിൽ കുളിച്ചോണ്ടെങ്കിൽ ഭയങ്കര ചൂട് ഫ്രാങ്ക്ലിൻ ബായ്, അതുകൊണ്ടാണ്. പിന്നെ എടാ വിശിക്കാൻ വേഗം പോയി കുളിക്കാം. എന്താ പരിപാടി ഉണ്ടെന്ന് ലെസ്റ്റർ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മുടെ ഫ്രാങ്ക്ലിനെ. വേഗം പോയി കുളിക്കും. എടാ കൊച്ചേർക്ക വേണ്ടാട്ടാ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. നീ നിന്റെ കാര്യം നോക്ക് കേട്ടാ. അല്ലേ ഞാൻ പോണു ഫ്രാങ്ക്ലിൻ ബായ്. ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. കാറ്റബിർല അമ്പനിയെ എല്ല പിടച്ചു. ഈ പാവങ്ങളെ എല്ല പിടച്ചു. നമ്മള് ട്രൗസർ ഇട്ടാൽ ട്രൗസർ ഇട്ടാൽ ബർമുടയാകും. റോബോട്ടിനെ കാണാൻ പോവാ. എന്റെ പൊന്നോ നമ്മളിന്ന് പൊള്ളിക്ക്. സിറ്റിയിലാണെങ്കിൽ ആദ്യമായിട്ടാ റോബോട്ട് വരുന്നത്. എന്റെ പൊന്നോ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ രാവിലെ ആയിട്ടുണ്ടോ. രാവിലെ ഞാനാണെങ്കിൽ ഒന്നും ജിമ്മിലൊന്നും പോവില്ല. ഞാനൊന്ന് ഉറങ്ങി എണീക്കാൻ വൈകി. 5:30 എത്തണം. ഞാൻ എണീച്ചപ്പോൾ 6 മണിയായപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഡംബൽസ് ഒക്കെ വെച്ച് ഞാൻ അങ്ങ് വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചു. കാരണം എന്താ പറഞ്ഞാൽ വൈകി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ട്രെയിനർ നല്ല ചീത്ത പറയും. ഞാൻ ഇതേമാതിരി അന്ന് വൈകി പോയിട്ടേ എനിക്ക് അവിടെ നല്ല മുട്ടൻ ചീത്ത കിട്ടും. എൻ്റെ പൊന്നു, ഞാൻ ഒരു വിധത്തിലാണ് പിന്നെ ട്രെയിനറെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതപ്പോൾ നിങ്ങൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ചാടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ജോബൊക്കെ ചെയ്യാൻ പോകുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെസ്റ്ററിനെയും അതുപോലെ തന്നെ നമ്മുടെ മൈക്കിളിനെയും ട്രെവറിനെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് വേറെ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവന്മാർ ഫ്രണ്ട്സ് റോബോട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാർ എന്തായാലും പിക്ക് ചെയ്യാൻ പോകണം. പിന്നെ കുറച്ച് ജോബൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നു, നമ്മുടെ ചിഞ്ചാനാണെങ്കിൽ ഇപ്പോഴും കുളിച്ചിട്ടില്ല കേട്ടോ. വെള്ളം നോക്കി നിൽക്കുകയാണ്. എനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് എന്തോ നോക്കി നിൽക്കുന്നു. അതെന്തോട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാർഡായിട്ട് കൊടുക്കുക. നിങ്ങൾ മാക്സിമം അത് പോയി കാണുക കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ചാടി മാക്സിമം ലൈക്ക് ചെയ്ത് നിന്നാൽ എനിക്ക് നല്ലോണം വ്യൂസും കയറും. അതുപോലെ തന്നെ നല്ലോണം നമുക്ക് 20K 50K ഒക്കെ അടിക്കാം. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് കൂടെ നിൽക്കണം കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാണ്. അതായത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സൈക്കിൾ അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഷിൻചാനാണെങ്കിൽ സൈക്കിൾ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യില്ല. ഇത് കണ്ടോ നമ്മളങ്ങനെ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷ് ആവാം. ഓക്കെ, വേഗം ഡ്രസ്സ് മാറിയിട്ട്
എന്തായാലും നമുക്ക് ലെസ്റ്ററിന്റെ സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയിട്ടുണ്ടോ ഗൈസ്? നമ്മുടെ ഡ്രസ്സ് ഇടാൻ പോകുന്ന എന്തായാലും ഒരു സ്യൂട്ട് ഇട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ സാധാരണ കാഷ്വൽ സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് പോവാറ്. നമുക്ക് ആ സ്യൂട്ട് ഇട്ടിട്ട് പോവാൻ കേട്ടാ. ജാക്കറ്റ് നോ ഐറ്റംസാ. നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിയതോടെ അലക്കാൻ കൊടുത്തായിരുന്നല്ലേ? ഫുൾ സ്യൂട്ട്. ഈ സ്യൂട്ട് മതി ഇപ്പൊ. അയ്യോ അതില്ലേ, സോറി കേട്ടോ, ഞാൻ അതിട്ടില്ല. ബ്ലാക്ക് ഇടിയോ സ്യൂട്ടടാ, ഫുൾ സ്യൂട്ട്. അതായത് നമ്മൾ അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തായാലും നമ്മൾ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോകാൻ പോവാണ് ഗൈസ്. എന്റെ പൊന്നു ഗൈസ് ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ നമ്മുടെ ഒക്ടോബർ മാസമൊക്കെ ആയതുകൊണ്ട് മഴയേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഡിസംബർ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പും ആവും. എന്റെ പൊന്നു ക്രിസ്മസ് ആവാൻ പോവാണ് ഗൈസ്. അപ്പൊ ക്രിസ്മസ് ആവുന്നതിന് കുറച്ച് ഗിഫ്റ്റും നമ്മുടെ അടുത്ത് സാന്താക്ലോസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. ആ എപ്പിസോഡൊക്കെ ഉടനെ തന്നെ വരും കേട്ടോ. നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി നിന്നാൽ മാത്രം മതി ഗൈസ്. എന്റെ പൊന്നു വെയിൽ എനിക്ക് അടിച്ചിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വണ്ടി എടുത്തിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ നമ്മുടെ BMW അല്ല നമ്മുടെ Audi R8 എടുത്തു കേട്ടോ. ഇത് എടുത്തിട്ടാണ് നമ്മൾ ലെസ്റ്ററിന്റെ അടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി നിൽക്കുക കേട്ടോ. സിറ്റിയിലാണ് ഇപ്പൊ അതുപോലെ ഇപ്പോഴും ട്രാഫിക് ഉണ്ട്. ഇതുണ്ടോ ഹമ്മറൊക്കെ ഇടയ്ക്കറി വരുന്നു, മാറിക്കണം അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാണ ലൈക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്കത് സന്തോഷമാവും, നിങ്ങൾക്കും അതൊരു സന്തോഷമാവും ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോവുകയാണ്. പൊന്നെ തിരുവും വളവും ഒന്നാമത് വെയിലായതുകൊണ്ട് കണ്ണൊന്നും കാണില്ല, മോത്തിക്ക് വെയിലടിച്ചിട്ട് ഒരുമാതിരി ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ലേജിയൻ സ്കോർ എത്തിയപ്പോൾ നമ്മുടെ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് വരണമായിരുന്നു നമ്മുടെ സിമിയോൺ ഡീലർഷിപ്പിൽ വരാൻ. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിമിയോൺ ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലെസ്റ്ററാണ് ഇവിടുത്തെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ലെസ്റ്ററിനെ കാണാം. അത് ലെസ്റ്റർ ഉള്ളിൽ നിൽക്കുന്ന നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പൊന്നു ഇത് കണ്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് മുമ്പ് ഇവിടെ ഒരു മതിലായിരുന്നു, അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് അപ്പുറത്ത് ലെസ്റ്ററിനെ കാണാം. ലെസ്റ്ററൊന്നും കേൾക്കുന്നുണ്ടാവില്ല കേട്ടാ, മണ്ടൻ. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ലെസ്റ്ററിനെ ഇപ്പം കാണാം. ഈ ലെസ്റ്റർ ഇപ്പുറത്താണ്. ഇപ്പുറത്തായിരിക്കും. ലെസ്റ്റർ, ഹായ് ലെസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഫ്രാങ്ക്ലിനെ ഞാൻ വിളിച്ചത് വേറൊന്നുമില്ല. ഗുഡ് മോർണിംഗ്. എന്തായാലും നീ വന്നു നന്നായി. ഞാൻ വിളിച്ചത് വേറൊന്നുമില്ല. നമ്മുടെ റോബോട്ട് ഉണ്ടല്ലോ നാട്ടിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ റോബോട്ടിന്റെ വീട് നീ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. നിന്റെ പുതിയ വീടുണ്ടല്ലോ നമ്മുടെ മറ്റേ മാലിബു മാൻഷൻ, അത് കൊടുക്കാൻ മതി റോബോട്ട്സിന്. ഏത് ലെസ്റ്റർ അതെന്ത് പരിപാടിയാണ് ലെസ്റ്റർ? ഈ ഇടയ്ക്കല്ലേ എനിക്ക് ആ വീട് കിട്ടിയത്. ഞാൻ ഇനിയിപ്പോൾ അത് റോബോട്ടിന് കൊടുക്കുക പറഞ്ഞാൽ ഞാനും എൻ്റെ ഷിൻചാനൊക്കെ കൂടി അവിടെ പോയിരിക്കും. ഞാൻ പഴയ വീട്ടിലാണ് ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ലെസ്റ്റർ പറഞ്ഞ പോലെ നടക്കട്ടെ. ഫ്രാങ്ക്ലിനെ അത് വേറൊന്നും കൊണ്ടല്ല. റോബോട്ട്സ് വന്നു കഴിഞ്ഞാൽ അവന്മാർക്ക് കൊടുക്കാനായിട്ട് വേറൊരു സ്ഥലവും ഇല്ല. അവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ബാങ്കൊക്കെ റോബർ ചെയ്ത് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി ഈ സിറ്റി തന്നെ വരണം. അതാണ് നമ്മുടെ പരിപാടി. നെക്സ്റ്റ് നമ്മൾ ലിബർട്ടി സിറ്റിയിലോട്ട് പോകാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഇവിടുന്നുള്ള ബാങ്ക് എല്ലാം കൊള്ളയടിച്ച് ഇവിടുത്തെ എല്ലാ സാമ്രാജ്യങ്ങളും അടച്ചു കൂട്ടിയിട്ട് നമുക്ക് ലിബർട്ടി സിറ്റിയിൽ പോകാന്നാണ് നമ്മുടെ പ്ലാൻ. നീ വരുന്നില്ല, നീ എന്താണ് ഇവിടെ നിൽക്കാൻ പോവാണ്? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട, എന്തായാലും നിന്നെ പോലീസ് ഇല്ലല്ലോ, ഞാൻ നിങ്ങളൊപ്പം വരാൻ പോണു. ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ എന്താണ്? നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ആര് ജോബ് വരും? ഞാൻ എങ്ങനെ ജീവിക്കും? ചിഞ്ചാനും മിഞ്ചാനും കൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ ഒപ്പം വരാം. നമുക്കത് എന്തായാലും സെറ്റ് ചെയ്യാം. എന്തായാലും റോബോട്ടിന് ഞാൻ വീട് കൊടുത്തല്ലോ ലെസ്റ്റർ ഭായി. എന്തായാലും പറഞ്ഞ പോലെ നടക്കാം. അപ്പൊ റോബോട്ട് എവിടെയുണ്ട്? എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണോ? റോബോട്ട് എയർപോർട്ടിലൊന്നും വരുന്നില്ല, അവര് ഹെലികോപ്റ്ററിലാണ് വരുന്നത്. അവരെന്തായാലും വന്നു കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ പോയി ബുക്ക് ചെയ്താൽ മതി. ഓക്കെ ലെസ്റ്റർ, എന്തായാലും അതുപോലെ നടക്കട്ടെ. ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ കേട്ടോ. ഏതപ്പോൾ ലെസ്റ്റർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീടുണ്ടോ മാലിബു മെൻഷൻ, അപ്പൊ ആ മെൻഷൻ നമ്മുടെ റോബോട്ടിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാനും ഷിൻചാനും പിൻചാനൊക്കെ ആണെങ്കിൽ കുറെ കാലത്തിന് ശേഷം കിട്ടിയ ഒരു മാൻഷനാണ്. അതിപ്പോ റോബോട്ടിന് കൊടുക്കുന്ന പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. ഷിൻചാനും പിൻചാനും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറെ വിഷമം. അത് കുഴപ്പമില്ല. നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബാങ്ക് ഫുള്ള് കൊള്ളയടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടാനാണ് നമ്മുടെ പ്ലാൻ. ദിവസങ്ങളിൽ നടക്കും. ഇപ്പൊ നമുക്ക് എന്തായാലും ലെസ്റ്റർ കുറച്ച് ജോബ് ഉണ്ട്. നമുക്കിപ്പോൾ എന്തായാലും അത് ചെയ്യാൻ വേണ്ടി പോവാം. ലൊക്കേഷൻ എന്തായാലും ലെസ്റ്റർ ഇപ്പൊ മൊബൈലിലേക്ക് അയച്ചു വിടാന്നാട്ടോ പറഞ്ഞിരിക്കുന്നു. ഗൈസ് എന്ത് ട്രാഫിക്കാണ് സിറ്റി. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെല്ലൊക്കെ കൂടി അടിച്ച് പൊളിച്ച് നിൽക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ബ്രേക്ക് പോലും കിട്ടുന്നില്ലല്ലോ. ഇത് ഓപ്പ് വണ്ടി ഇത് കൊടുത്താലോ ഗൈസ്? നിങ്ങൾക്ക് വേണോ ഗൈസ്? അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെയും കമന്റ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ പേരൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും അത് മാക്സിമം ഞാൻ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നലെ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവരുടെ എന്തായാലും പേര് ഞാൻ നമ്പർ പ്ലേറ്റിൽ അടിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ എന്തായാലും ലെസ്റ്റർ നമുക്ക് മുട്ടം പണി ഉണ്ടാകുന്നത്. ഗൈസ് നമുക്ക് എന്തായാലും കൊല്ല ഈ ലെസ്റ്റർ ഈ അമ്മൂമ്മയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പോൾ ഇവന്മാരാണെങ്കിൽ നമ്മളെ വെടിവെക്കുന്നത്. കോപ്പ് കിടക്കാം അവിടെ അങ്ങോട്ട്. ലെസ്റ്ററിനെ വിളിച്ച് ചോദിക്കട്ടെ. കോപ്പിലെ പരിപാടിയായാലും വിളിച്ചെടുക്കണം. പന്നി ലെസ്റ്ററെ, നിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ. എന്താണ് പരിപാടി? എന്ത് പ്രശ്നം? എന്ത് പറ്റി? നീ അമ്മൂമ്മ കണ്ടില്ലേ? എന്റെ പൊന്നു ലെസ്റ്റർ ഒരുമാതിരി കോണാത്ത പരിപാടിയാണ് കേട്ടാ. ഞാനാണ് ഇവിടെ വന്നിട്ട് ഈ അമ്മൂമ്മയുടെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ അവരാണെങ്കിൽ എന്നെ ഗണ്ണെയിം ചെയ്തു. രണ്ടാളെന്നെ വെടിവെച്ചു. ഞാനാണെങ്കിൽ അവർ രണ്ടുപേരും അടിച്ച് അമ്മൂമ്മേനെയും കൊന്നു. ഏത് എടാ മണ്ടം ഫ്രാങ്ക്ലിനെ, ഞാൻ അത് പറഞ്ഞില്ല. അത് നമ്മളൊരു നാടകമാണെന്ന്. എടാ അവിടെ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, അതിന്റെ ഐഡിയും പാസ്വേഡും ഒക്കെ ഈ അമ്മൂമ്മയ്ക്ക് അറിയുള്ളൂ. നീ അമ്മൂമ്മേനെയും കൊന്നു. നീ എന്ത് മണ്ടനാടാ?
ലെസ്റ്ററെ ഞാൻ അത് അറിഞ്ഞില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും ആ വീട് കുത്തി തുറന്ന് അതിൻ്റെ ഉള്ള പൈസ എടുത്തിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരാം. ഇതുപോലെ അപ്പൊ ഞാനാണെങ്കിൽ ഒരു മണ്ടത്തരം കാട്ടി കേട്ടോ. ഇവിടെ വന്ന് ഒരു ഗണ്ണിയം ചെയ്തത് വേറൊന്നുമല്ല, അതൊരു ഡ്രാമയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് അറിയൂ? അവരെ രണ്ടുപേരും അടിച്ചു കൊന്നു. എന്ത് ചെയ്യും? എന്താണ് അവർക്കേ അറിയുള്ളൂ ആ ലോക്കറിന്റെ പാസ്വേഡും. അപ്പൊ നമ്മൾ ആ ലോക്കർ പറഞ്ഞ പൈസ എടുത്ത് ലെസ്റ്ററിനെ കൊണ്ട് കൊടുക്കണം. അതായിരുന്നു ആദ്യത്തെ ടാസ്ക്. എന്റെ പൊന്നു, നമുക്ക് എന്തായാലും ഇനി കുത്തി തുറന്ന് ആ പൈസ എടുത്തിട്ട് നേരെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോവാം. ലെസ്റ്റർ അപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാശുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും ആ വീട് ഫുള്ളങ്ങ് കുത്തി തുറന്നിട്ട് ആ പൈസ എടുത്തിട്ട് വന്നു. എന്തായാലും അവന്മാരെ അങ്ങ് കൊന്നടാ അറിയാം. അതിന് വല്ല കേസാവോ? എന്ത് കേസാവനാടാ? അതൊക്കെ ഞാൻ നോക്കിയോളാം. നീ എന്തായാലും ഇവിടെ പോക്കോ. ഓക്കെ, എന്തായാലും നീ എന്തായാലും ആ മറ്റേ റോബോട്ടിനുള്ള വീട് എന്തായാലും സെറ്റ് ആക്കി കൊടുക്കും. ഓക്കെ, ഞാൻ എന്തായാലും അത് സെറ്റായിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഫ്രാങ്ക്, ഓക്കെ ലെസ്റ്ററെ, ഞാൻ എന്തായാലും സെറ്റായിട്ട് വിളിക്കാം. ശരി എന്നാ ഞാൻ പോയിട്ട് വരാം. കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല, അത് അറിയാതെ പറ്റിയതല്ലേ, അത് എന്തെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് ഒതുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ലെസ്റ്ററിനെ കാശ് കൊണ്ട് കൊടുത്തിട്ട് ഇവിടുന്ന് പോകണ്ടോ. ഇനി എനിക്ക് ആ ഷിൻചാനിയും പിഞ്ചാനിയും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മുടെ പുതിയ വീട്ടിൽ റോബോട്ട്സ് ആയിരിക്കും ഇരിക്കുന്നതെന്ന്. ഇനി ഇവന്മാർ തല്ലു കൂടുവോ? ഇവിടെ ഷിൻചാനെ പിഞ്ചാനെ അപ്പം ഞാൻ പറഞ്ഞൊന്നും മറക്കണം. നിങ്ങൾ വേണം ഇനിയിപ്പോൾ റോബോട്ടിനെ പോയിട്ട് കൊണ്ടുവരാൻ. കാരണം ഞാൻ എന്തായാലും വരുന്നില്ല. എനിക്ക് ലെസ്റ്റർ കുറച്ച് വർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഇനി റോബോട്ടിനെ കൂടി കൊണ്ടുവന്ന ലൈക്ക് അത് ഭയങ്കര ഇതാവോടെ, എനിക്ക് ടൈം ഭയങ്കര ഇതാണ്. അപ്പം നിങ്ങൾ പോയി തന്നെ വേണം അവന്മാരെ കൊണ്ടുവരാൻ. അവന്മാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നമ്മുടെ പുതിയ ഹൗസിൽ കൊടുക്കണം. ഫ്രാങ്ക്ലിന് അത് വേണ്ട, ഫ്രാങ്ക്ലിൻ വേണ്ട. നമുക്ക് നമ്മുടെ പുതിയ ഹൗസിൽ അവന്മാർക്ക് കൊടുക്കണ്ട, നമുക്ക് ഈ ഹൗസ് അവന്മാർക്ക് കൊടുക്കാം. എനിക്ക് വയ്യ, നമ്മുടെ പുതിയ ഹൗസ് ഫ്രാങ്ക്ലിൻ വേണ്ട. ഞാൻ അതിൽ ഇരുന്നിട്ട് പോലും ഇല്ല മര്യാദയ്ക്ക്. ഫ്രാങ്ക്ലിൻ വേണ്ട പ്ലീസ്, ഫ്രാങ്ക്ലിൻ വേണ്ട പ്ലീസ്. എടാ അതൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ നീ ഇത് അവന്മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ, മനസ്സിലായ? വേറൊന്നും ചിന്തിക്കണ്ട, നേരെ ഈ ഹൗസ് അവന്മാർക്ക് കൊടുക്കുക. ഓക്കെ ഫ്രാങ്ക്ലിനാ? ഓക്കെ ഓക്കെ. എടാ പിഞ്ചാൻ, നീ ഫ്രാങ്ക്ലിമായി പറഞ്ഞു കേട്ടോ, നമ്മൾ എങ്ങനെ റോബോട്ടിനെ പോയി കാണുവാടാ? എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ ആ വീട് കൊടുക്കാനേ തോന്നുന്നില്ല പിഞ്ചാന്. എനിക്കും അതിന് തോന്നുന്നില്ല. പിന്നെ ഞാൻ വേണ്ടല്ലോ, റോബോട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല റോബോട്ടിന് നമ്മുടെ പുതിയ വീട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടാ? വഴിയൊന്നും പ്രത്യേകിച്ച് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് അവന്മാരുണ്ടോന്ന് അവിടെ നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഈ കാറിൽ പോവാം. നീ വന്ന് കയറ്. അപ്പൊ കൂട്ടുകാരെ, ഞാനും പിച്ചാനും കൂടി അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിമായി പറഞ്ഞ പോലെ നമ്മൾ റോബോട്ട് നമ്മുടെ പുതിയ ഹൗസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. എനിക്കാണെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിലിരുന്ന് അധികം നേരമൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ നമ്മൾ പുതിയ വീടൊക്കെ വെച്ചിട്ട്. അത് റോബോട്ടിനൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് ഫ്രാങ്ക്ലിമായി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കാത്തവർ മനസ്സിലായി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്റെ പൊന്നു എന്ത് ട്രാഫിക്കാണ്. എനിക്ക് ലൈസൻസ് കിട്ടി, പക്ഷെ പിഞ്ചാന് ലൈസൻസ് കിട്ടിയിട്ടില്ല. അവൻ എന്നോട് അസൂയുണ്ട് കേട്ടാ. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഇതാരിത് എന്റെ പൊന്നു? അയ്യോ, നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്ത് വരുന്നു. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ മാലിവൂ മാൻഷനിൽ എത്തിയിട്ടുണ്ടോ. നമ്മുടെ പുതിയ ഹൗസാണ് കേട്ടോ ഈ മാൻഷൻ. എന്തായാലും ഞാനും ഫ്രാങ്ക്ലിമാർക്ക് കൂടി കഷ്ടപ്പെട്ട് വാങ്ങിയ മാൻഷനാണ്. ഇതാണ് നമ്മളിപ്പോൾ റോബോട്ടിന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യ. എടാ പിഞ്ചാനെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടെ റോബോട്ടിനോ നോക്കിയിട്ട് പറയാം. എടാ ഇവൻ എന്താണ് ഇങ്ങനെ മതിൽ തട്ടിക്കളി? എടാ പിഞ്ചാനെ പറയുന്നത് കേൾക്കുന്നുണ്ടാ? പിഞ്ചാനെ എനിക്ക് കേൾക്കാം. ഞാൻ ഈ മതിലിനൊക്കെ ഉറപ്പുണ്ടോന്ന് ചവിട്ടി നോക്കിയതാടാ. എടാ മണ്ട, നീ ഇങ്ങനെ ചവിട്ടി നിന്നോ. നമുക്ക് അപ്പുറത്ത് പോയിട്ട് അവിടെ റോബോട്ട്സ് ഉണ്ടോന്ന് നോക്കണ്ടേ? ഈ വീട്ടിന്റെ ഉള്ളിലാണ് റോബോട്ട്സ്. നീ എന്തോന്ന് മനസ്സിലാക്കാത്ത എന്നെ? അത് നോക്കാൻ ചിന്താനെ ഞാൻ ഈ മതിലിനൊക്കെ ഒന്ന് ഉറപ്പുണ്ടോ നോക്കിയല്ലേ. നമ്മുടെ പുതിയ ഹൗസല്ലേ, റോബോട്ടൊക്കെ ഒന്ന് ചവിട്ടിയൊക്കെ പൊളിഞ്ഞു പോവില്ലേ, അത് ഓർത്തിട്ടാണ് പൊട്ട. എന്തായാലും കുഴപ്പമില്ല, നീ എന്തായാലും എന്റെ വാ 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 വാ. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്റെ പൊന്നു. ഗൈസ്, നിങ്ങളിപ്പോ മാക്സിമം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. എന്റെ പൊന്നു, ഇതിന്റെ ഉള്ളിൽ അവന്മാർ എന്ത് ചെയ്യുന്നുണ്ടാവും? എടാ പിഞ്ചാൻ, അപ്പൊ നീ എന്റെ ഒപ്പം തന്നെ വന്നേക്ക്. എവിടെയും ചുറ്റി തീരണ്ടാ. വേം വാ. നീ എന്താണ് തിരിച്ചോടുന്നടാ? എടാ ഷിൻചാനെ, ഞാൻ എന്തായാലും ബാക്കിൽ കൂടെ പോയിക്കോടാ. നീ എന്തായാലും ഈ സൈഡിൽ കൂടെ പോയി നോക്കാം. അവന്മാർ അവിടെ ഉണ്ടോ നോക്കട്ടെ. എന്റെ പൊന്നു ഗൈസ്, അവന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇടിച്ച് പൊളിക്കും. ഇനി റോബോട്ട് റോബോട്ട് നമ്മൾ തല്ലുവോ? എന്റെ ആർത്തിക്കാർക്ക് അവന്മാർക്ക് കൊടുത്ത ഫാമിലിമായി ഞാൻ തല്ലിക്കൊല്ലും. ഗായ്സ്, അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ മാൻഷനിലോട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചിഞ്ചാനും പിഞ്ചാനും പോയിട്ട് റോബോട്ടിനെ കണ്ടു എന്നാണ് കേട്ടോ പറയുന്നത്. റോബോട്ട്സിനെ ഒന്നും നമ്മളിനി വിളിക്കാൻ പോകണ്ട. റോബോട്ട്സ് കുറച്ച് ക്യാഷ് പോയിട്ട് നമ്മുടെ പുതിയ മാൻഷനിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് ചിഞ്ചാൻ വിളിച്ച് പറഞ്ഞത് കേട്ടോ. അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല റോബോട്ട് വന്നത്. നമുക്കിപ്പോൾ എന്താണ്, നമുക്ക് ക്യാഷ് അല്ലേ വലുത്. ക്യാഷ് ഉണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ RC കാറും അതുപോലെ തന്നെ ഇവന്മാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവന്മാർക്ക് അതൊന്നും മനസ്സിലാവില്ലല്ലോ. ഇവന്മാരൊക്കെ കൊച്ചു കുട്ടികളല്ലേ ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാൻ കേട്ടോ. ഭയങ്കര ട്രാഫിക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. കോപ്പ് എടാ പിഞ്ചാനെ നോക്കിയടാ, ഇവിടെ റോബോട്ട്, ഇത് നീല റോബോട്ട്. ഹലോ എടാ പിഞ്ചാനെ കണ്ട റോബോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റോബോട്ടിനെ കണ്ട പിഞ്ചാനെ. എന്റെ പൊന്നു എടാ പിഞ്ചാനെ, സത്യം ഞാനും ആദ്യമായിട്ടാണ് റോബോട്ടിനെ കാണുന്നത്. എന്റെ പൊന്നു, എനിക്കുള്ള എക്സൈറ്റ്മെന്റോട് നിൽക്കാൻ വയ്യ.
അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ റോബോട്ടിനടുത്ത് വിശേഷമൊക്കെ ചോദിക്കട്ടെ. നീല റോബോട്ടെ എന്ത് സുഖമല്ലേ റോബോട്ടെ? ഹലോ ഹലോ ഷിൻചാൻ, ഹലോ പിൻചാൻ, സുഖമാണ്. എന്തായാലും നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ ബായ് എന്ത് ചെയ്യും? ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ട് ഒരു 50 കോടി അത് അവൻ എന്തായാലും കൊടുക്കണം. എന്തായാലും എനിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഷിൻചാനെ സുഖമല്ലേ? ഫ്രാങ്ക്ലിൻ ബായ് എന്ത് ചെയ്യും? സുഖമാണ് നീല റോബോട്ടെ, സുഖമാണ്. എന്റെ പൊന്ന് നീല റോബോട്ടെ എന്താണ് പറഞ്ഞ 50 കോടിയാ? എടാ പിഞ്ചാനെ കേട്ടാ 50 കോടി, ഇത് നമ്മള് കോടീശ്വരന്മാരായി. അപ്പൊ എന്തായാലും ഈ മാച്ച് നമുക്ക് കൊടുക്കാൻ കേട്ടാ. എന്റെ നീല റോബോട്ട് 50 കോടിയൊക്കെ എവിടുന്ന് കിട്ടി? എന്റെ പൊന്ന് യൂണിവേഴ്സിലല്ലേ നമുക്ക് അവിടെ 50 കോടിയൊക്കെ നിസ്സാരം. നമ്മളതൊക്കെ ഒരു ദിവസം ഉണ്ടാക്കാം 50 കോടി. ഞാനപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ബായിനെ എൻ്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ബായിനെ വിളിക്കും. ഫ്രാങ്ക്ലിൻ ബായ് ഇപ്പോൾ വരുമോ? റോബോട്ട് ഫ്രാങ്ക്ലിൻ ബായ് ഇപ്പൊ വരും, പേടിക്കാതിരിക്കും. ഇപ്പൊ വരും ഫ്രാങ്ക്ലിൻ ബായ്. ഓ എന്റെ പൊന്ന്, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ റോബോട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഷിൻചാൻ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ മാൻഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ അവന്മാരിവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ പൊന്നെ ഇവിടെ ഉണ്ട് നോക്കണം. അത് അവിടെ നിൽക്കുന്നുണ്ട്. ആ റോബോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എടാ ചിഞ്ചാനെ എടാ എൻ്റെ പൊന്നി ഇവന്മാർ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കും. എടാ ചിഞ്ചാൻ എന്ത്? ആ റോബോട്ട് ഹായ് റോബോട്ട്. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബായ് നമുക്ക് വേണ്ടിയിട്ട് നീല റോബോട്ട് 50 കോടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പൊന്നു കോടീശ്വരനായി ഫ്രാങ്ക്ലിൻ ബായ്, നമ്മള് കോടീശ്വരനായി. ഹലോ ഫ്രാങ്ക്ലിൻ ഹലോ നീ പറഞ്ഞ പോലെ ഞാൻ 50 കോടി കൊണ്ടുവന്നിട്ട് അത് നീ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞില്ലേ? സർപ്രൈസ് ആയിരുന്നല്ലേ? ഇതേ റോബോട്ടെ ഞാൻ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല 50 കോടി ഒന്നും കൊണ്ടുവരുന്ന കാര്യം. ഇവന്മാർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കാറുണ്ട് ഇവന്മാരെ. എന്ത് ഫ്രാങ്ക്ലിൻ ബായ്ക്ക് അറിയാമായിരുന്നു റോബോട്ട് 50 കോടി കൊണ്ടുവരുന്നത്? എന്റെ പൊറ്റു ജാതി തറഞ്ഞില്ല. എന്റെ ഫ്രാങ്ക്ലിൻ ബായ് നിങ്ങൾ പൊളി തന്നെ കേട്ടാ. ഓ എന്തായാലും റോബോട്ടിന്റെ കാശ് വാങ്ങ്. ഫ്രാങ്ക്ലിൻ എന്നാ നീ പറഞ്ഞ കാശ് ഞാൻ എന്തായാലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ അക്കൗണ്ടിൽ കയറിണ്ടാവും, നീ ഒന്ന് നോക്കിയേ. ഇപ്പൊ നിന്റെ അക്കൗണ്ടിൽ ഒരു 50 കോടി കയറിയിട്ടുണ്ടാവും. 50 കോടി എന്റെ പൊന്ന് 50 കോടി ഞാൻ നിനക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? എന്റെ പൊന്നു റോബോട്ടെ 50 കോടിയോ? എന്റെ പൊന്നു റോബോട്ടെ താങ്ക് യു. എന്തായാലും നീ ഇനി ഇവിടെ നമ്മടൊപ്പം കാണുമല്ലോ കുറേ കാലം. ഞാൻ എന്തായാലും നിനക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ വേണമെങ്കിൽ ഫുൾ ടൈം ചാർജ് ചെയ്യാം, 24 hours ചാർജ് ചെയ്യാം. അതൊക്കെ എനിക്കറിയാം. 24 hours ചാർജ് ചെയ്യാൻ പറ്റുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഫ്രാങ്ക്ലിൻ എന്തായാലും താങ്ക് യു മാൻഷൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോൾ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നതും കാണാലോ. അടിപൊളി. എന്തായാലും നിങ്ങൾക്ക് പൈസ കയറിയിൽ സന്തോഷമില്ല. ചിഞ്ചാനെ ഓക്കെയല്ലേ നിങ്ങൾ? ഓക്കെയാണ് റോബോട്ട്, ഓക്കെയാണ്. കൊള്ളാം. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് എനിക്കൊരു കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ ബായ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പോന്മാരെ. ഓ റോബോട്ട് എന്റെ പൊന്നു, ഇനി നമ്മളെ ആരെങ്കിലും ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ റോബോട്ടിന്റെ ഒരൊറ്റ ഇടിക്ക് എല്ലാത്തിനും പൊളിച്ചു കളയും. അപ്പോൾ റോബോട്ട് ഓക്കെ എല്ലാം പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഒന്ന് ഇപ്പോൾ വരാം. ഞാൻ ഒന്ന് ഫുഡ് വാങ്ങിയിട്ട് വരും. ഇവന്മാർ എന്തായാലും ഒന്ന് നോക്കിക്കോളണം. എടാ മണ്ടത്തിലൊന്നും കാട്ടരുത് കേട്ടോ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെല്ലൈക്കൻ കൂടി അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടുന്ന കമൻസിന് ഞാൻ എന്തായാലും നിങ്ങളുടെ പേരൊക്കെ എൻ്റെ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൽ ഇടുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ പുള്ളിയുടെ പേര് നമ്പർ പ്ലേറ്റിൽ ഇടുന്നുണ്ട്. ഗൈസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആസിഫ് എന്നാണ് പുള്ളിയുടെ പേര് കണ്ടോ. ആസിഫ് ബ്രോയ്ക്കാണ് ഇന്ന് നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. എൻ്റെ ബ്രോ കൺഗ്രാജുലേഷൻ ബ്രോ. എന്തായാലും ബ്രോ കീപ് താങ്ക് യു ഫോർ ദി സപ്പോർട്ടിങ് മീൻസ് അലൗട്ട് ബ്രോ. എന്തായാലും താങ്ക് യു. അപ്പോൾ എന്തായാലും ആസിഫ് ബ്രോയുടെ പേര് കൂടി നമ്മളുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി അടിച്ച് പൊളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഒന്നാമത് ഡേയായി. അപ്പം നെക്സ്റ്റ് ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.